ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 60. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. ജർമ്മനി, മെയ് 30, 1982. പന്തക്കുസ്ത 246. പരിശുദ്ധാത്മാവിൻ്റെ മണിക്കൂർ. എൻ്റെ വിമല ഹൃദയമാകുന്ന പ്രാർത്ഥനാ കോവിലിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹാഗ്നിയെ സ്വീകരിക്കാൻ നിങ്ങളെ തന്നെ ഒരുക്കുക. ആ അഗ്നി പെന്തക്കോസ്തിൻ്റെ ആനന്ദഭരിതമായ നിമിഷങ്ങളിൽ ജീവിക്കുവാൻ സഭയെ ആനയിക്കും. ഭൂമിയെ മുഖം മുഴുവനും അത് പുതുക്കുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ മണിക്കൂർ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ മണിക്കൂറാണ്. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രൻ വഴി ഒരു ദാനമായി നിങ്ങൾക്ക് അധികമായി നൽകുന്നു. മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നതിന് അഭിലഷിക്കുന്ന ദൈവത്തിൻ്റെ കാരുണികമായ സ്നേഹത്തിൻ്റെ അടയാളം കൂടിയാണ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകപ്പെടുന്നത്. സ്നേഹരൂപൻ്റെ അഗ്നിയാൽ മഹാശുദ്ധീകരണ കർമ്മം അതിവേഗം പൂർത്തിയാക്കപ്പെടും. തൻ്റെ ദയാപൂർണമായ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സഭ വിലപിക്കുകയാണ്. ആ അഗ്നി അബദ്ധ സിദ്ധാന്തത്തിൻ്റെ മുറിവുകളെ സുഖമാക്കും. നിഗൂഢമായ ക്യാൻസർ രോഗത്തെ പോലെ അബദ്ധ സിദ്ധാന്തങ്ങൾ വിശ്വാസ നിക്ഷേപത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വിശുദ്ധിയെ മലീമസമാക്കുന്ന പാപമെന്ന കുഷ്ഠത്തെ അത് സുഖപ്പെടുത്തും. സഭയെ സുവിശേഷ ചൈതന്യത്തിൽ നിന്ന് വേർതിരിച്ചെടുത്തുന്ന മാനുഷികമായ എല്ലാ ഘടകങ്ങളിൽ നിന്നും അത് സഭയെ ശുദ്ധീകരിക്കും. ഭൗതിക സമ്പത്തുകളെ ആ അഗ്നി നിഷ്കാസനം ചെയ്യുകയും സ്വന്തം ശക്തിയുടെ കേന്ദ്രത്തിൽ നിന്ന് അതിനെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരിക്കൽ കൂടി സഭ ദാരിദ്ര്യവും വിനീതവും ലളിതവും ശുദ്ധവും ആയിത്തീരും. തൻ്റെ ഇടയന്മാരിൽ അജഗണത്തിലും അവൾ വീണ്ടും ക്രൂശിക്കപ്പെടും. അങ്ങനെ സുവിശേഷത്തിൻ്റെ പൂർണ്ണമായ സാക്ഷ്യം അവൾ നൽകുകയും ചെയ്യും. അഗ്നിയും രക്തത്തിൻ്റെയും ശക്തിയിലൂടെ ലോകം മുഴുവനും നവീകരിക്കപ്പെടും. മനുഷ്യവർഗം യേശുവിലൂടെ പിതാവിൻ്റെ മഹത്വീകരണത്തിന് ഒരിക്കൽ കൂടി തിരിച്ചു വരും. യേശു ആകട്ടെ അവസാനം തൻ്റെ ഭരണം നിങ്ങളുടെ ഇടയിൽ സംസ്ഥാപിക്കുകയും ചെയ്യും. ആകയാൽ ഇത് പരിശുദ്ധാത്മാവിൻ്റെ സമയമാണ്. തൻ്റെ പ്രിയഭാജനമായ മണവാട്ടി മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം വഴി പരിശുദ്ധാത്മാവ് തൻ്റെ പരിപൂർണതയിൽ നിങ്ങളുടെ പക്കൽ വരും. സ്പ്ലിറ്റ്, ജൂൺ 19, 1982. 247. നിങ്ങളിൽ അമ്മ മഹത്വീകരിക്കപ്പെടുന്നു. എൻ്റെ വിമല ഹൃദയമാകുന്ന സങ്കേതത്തിൽ പ്രവേശിക്കുക. ഈ വർഷം ലോകത്തിൽ എല്ലായിടത്തു നിന്നും നിങ്ങളെ ഞാൻ വിളിച്ചു. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ ആ വിളിക്ക് ഉദാരപൂർവ്വം പ്രത്യുത്തരമരുളുകയും നിങ്ങളുടെ അമ്മ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന തോട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്തു. നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ടു. എൻ്റെ ക്ഷണം നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങളിലൂടെ എൻ്റെ വിജയ സൈന്യത്തെ ഞാൻ രൂപീകരിച്ചു. എൻ്റെ വ്യസനകരമായ അഭ്യർത്ഥനയ്ക്ക് നിങ്ങൾ നൽകിയ പ്രത്യുത്തരത്തെ തടസ്സപ്പെടുത്താൻ എത്ര കുരുക്കുകളാണ് എൻ്റെ ശത്രു ഉണ്ടാക്കിയത്. അവൻ വിജയിച്ചില്ല. എന്തെന്നാൽ എൻ്റെ സ്നേഹപദ്ധതിയെ സംരക്ഷിക്കാൻ ഞാൻ എപ്പോഴും ഇടപെട്ടിരുന്നു. ഇങ്ങനെ നിരവധി പിശാചിൻ്റെ കെണികളും ഉണ്ടായിരുന്നെങ്കിലും വളരെ വൈഷമ്യങ്ങൾ അഭിമുഖീകരിച്ചെങ്കിലും എൻ്റെ ആഹ്വാനം ഭൂമിയുടെ അതിർത്തികൾ വരെ എത്തിക്കഴിഞ്ഞു. 5 ഭൂഖണ്ഡങ്ങളിൽ നിന്നും എൻ്റെ മക്കൾ കൂട്ടം കൂട്ടമായി എൻ്റെ വിമല ഹൃദയമാകുന്ന സങ്കേതത്തിലേക്ക് പലായനം ചെയ്ത ഇന്ന് സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ ഞാൻ നിങ്ങളെ നോക്കുന്നു. നിങ്ങളിൽ അമ്മ മഹത്വീകരിക്കപ്പെടുന്നു. എന്തെന്നാൽ നിങ്ങളെ എല്ലാവരെയും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പൂർണ്ണ മഹത്വീകരണത്തിന് അർപ്പിക്കുവാൻ എനിക്ക് കഴിവുണ്ട്. ദൈവത്തിനെതിരായുള്ള പ്രക്ഷോഭത്തിൻ്റെ ഈ നാളുകളിൽ അമ്മയ്ക്ക് നിങ്ങളിലൂടെ പൂർണ്ണ മഹിമയുടെ ഗീതകം കർത്താവിന് അർപ്പിക്കാൻ സാധിക്കും. എൻ്റെ സ്വരം മനസ്സിലാക്കുന്നതിനും എൻ്റെ ഹൃദയരഹസ്യങ്ങൾ തുളച്ചു കയറുന്നതിനുമുള്ള വരം വലിയവർക്കോ ശക്തന്മാർക്കോ ധനികർക്കോ അഹങ്കാരികൾക്കോ നൽകപ്പെടുന്നില്ല. അത് ചെറിയവരും പാവപ്പെട്ടവരും വിനീതരുമായ കർത്താവിൻ്റെ ദാസന്മാർക്കാണ് നൽകപ്പെടുക. എൻ്റെ സൈന്യം അവരെ കൊണ്ടത്രേ രൂപീകരിച്ചിരിക്കുന്നത്.
ഇപ്പോൾ സജ്ജീകരണത്തിൻ്റെ സമയം പൂർണ്ണമായി. ഇപ്പോൾ നിർണായകമായ സമയത്തിൽ നാം പ്രവേശിക്കണം. വലിയ ശിക്ഷയുടെ രക്തപങ്കിലമായ മണിക്കൂറുകളിലൂടെ മനുഷ്യവർഗം ജീവിക്കേണ്ട ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ശിക്ഷ അഗ്നി, വിശപ്പ്, അക്രമം എന്നിവയിലൂടെ നിർവഹിക്കപ്പെടും. തിരുസഭ യേശുവിൻ്റെ തിരുരക്തത്താലും നിങ്ങളുടെ രക്തത്താലും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി വഴി ശുദ്ധീകരിക്കപ്പെടും. അവിശ്വസ്തതയുടെയും കപടഭക്തിയുടെയും മതനിന്ദയുടെയും മതത്യാഗത്തിൻ്റെയും മുറിവുകളിൽ നിന്ന് അവൾ പൂർണ്ണമായി സുഖപ്പെടുത്തപ്പെടും. പരിശുദ്ധ ത്രിത്വം ഈ കാലഘട്ടത്തിൽ എൻ്റെ വിമല ഹൃദയത്തിന് ബലമേൽപ്പിച്ചിരിക്കുന്ന ജോലി ലോകത്താലും സഭയാലും അംഗീകരിക്കപ്പെടണം. നിങ്ങളെയെല്ലാം ഞാൻ ആലിംഗനം ചെയ്യുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ജൂൺ 30, 1982, 248. എൻ്റെ വിമല ഹൃദയത്തിൻ്റെ രഹസ്യം. പ്രിയപുത്രന്മാരെ, നിങ്ങളുടെ സ്വർഗീയ നായികയായ എന്നോടൊത്ത് 2 ആഴ്ചത്തെ തുടർച്ചയായ പ്രാർത്ഥനായോഗം നടത്തുന്നതിനായി ഈ പർവ്വതത്തിലേക്ക് നിങ്ങളെ ഞാൻ വീണ്ടും കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. എൻ്റെ വിമല ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എൻ്റെ മാതൃസ്നേഹത്തിൻ്റെയും വ്യാകുലത്തിൻ്റെയും രഹസ്യത്തിൽ നിങ്ങളും പങ്കുവയ്ക്കേണ്ടതിന് ഇക്കാലത്തെ പോലെ മുൻപൊരിക്കലും എൻ്റെ ഹൃദയം ഞാൻ കുരിശിൽ ചുവട്ട് നിൽക്കുമ്പോൾ, കുരിശിൽ യേശു മരിക്കാൻ തുടങ്ങുമ്പോൾ, അവൻ എന്നെ ഭരമേൽപ്പിച്ചവരുടെ നേർക്കുള്ള എൻ്റെ പരിശുദ്ധമായ സ്നേഹത്താൽ എൻ്റെ ഹൃദയം ഇപ്പോഴത്തെ പോലെ മുൻപൊരിക്കലും തുടിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴത്തെ സഭയെ സ്നേഹിക്കുന്നുവെന്ന അവബോധം അവൾക്കുണ്ടാകണം. ഇപ്പോഴത്തെ മനുഷ്യവർഗത്തിന് അതിനെ ഞാൻ സ്നേഹിക്കുന്ന അവബോധം ഉണ്ടാകണം. പാപികളും അബദ്ധസഞ്ചാരം ചെയ്യുന്നവരുമായ എൻ്റെ മക്കൾക്ക് അവരെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന അനുഭവം ഉണ്ടാകണം. ഞാൻ നിങ്ങളിലൂടെ സ്നേഹിക്കാൻ അഭിവാഞ്ചിക്കുന്നു. എൻ്റെ വിമല ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളിൽ പ്രവേശിക്കുന്നതിന് വിളിക്കപ്പെട്ടവരായ നിങ്ങളിലൂടെ മനുഷ്യവർഗത്തെയും തിരുസഭയെയും എൻ്റെ കുഞ്ഞു മക്കളായ നിങ്ങളെയും സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനുവേണ്ടി എൻ്റെ പ്രിയ വൈദികരെ, എൻ്റെ മാതൃഹൃദയവും നിങ്ങളുടെ ഹൃദയങ്ങളും തമ്മിൽ കൂടുതൽ ഗാഢമായ ഒരു ബന്ധം ഞാൻ കെട്ടിപ്പടുക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ബഹിർഗമിക്കുന്ന തേജോ കിരണം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വീശും. അത് നിർണായകമായ പരീക്ഷണത്തിൻ്റെ സമയത്ത് ശക്തമായ ഒരു നങ്കൂരം പോലെ ആയിരിക്കും. രക്ഷപ്പെടുന്നതിന് വേണ്ടി എല്ലാവർക്കും അതിൽ സധൈര്യം പിടിച്ചു നിൽക്കാം. ഞാൻ നിങ്ങളിലൂടെ സഹിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മാതൃഹൃദയം സഹിക്കുന്ന പീഡയുടെ രഹസ്യം നിങ്ങളും ഗ്രഹിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ ഞാൻ വികസിപ്പിക്കും. ഇപ്പോൾ എൻ്റേതിനേക്കാൾ വലിയ പീഡ ഉണ്ടോ എന്ന് കാണുക. എൻ്റെ പുത്രൻ യേശു അവഹേളിക്കപ്പെടുന്നു, നിന്ദിക്കപ്പെടുന്നു. അവൻ വീണ്ടും സ്വന്തം ആളുകളാൽ ഉപേക്ഷിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നു. അനുദിനം വർദ്ധമാനമായി കൊണ്ടിരിക്കുന്ന ദൈവനിന്ദന കൃത്യങ്ങൾ ഒരു പുതിയ മുൾക്കിരീടം പോലെ രൂപം കൊള്ളുകയും ഭൂമിയിൽ എല്ലായിടത്തുമുള്ള സക്രാരികളെ വലയം ചെയ്യുകയും ചെയ്യുന്നു. അവൻ്റെ മൗതിക ശരീരമായ സഭ അതിലുണ്ടായ വിഭജനം മൂലം വീണ്ടും കൽത്തൂണിൽ അടിക്കപ്പെടുന്നു. അബദ്ധ സിദ്ധാന്തങ്ങൾ അവളെ ഭീതിപ്പെടുത്തുന്നു. വിശ്വസ്തരായി നിൽക്കുന്ന എൻ്റെ മക്കൾ വലിയ സഹനങ്ങൾക്കായി വിളിക്കപ്പെടുന്നു. അവർ എന്നെ ശ്രവിക്കാത്തവരിൽ നിന്ന് അവഹേളനങ്ങളും നിന്ദകളും സഹിക്കുന്നു. മനുഷ്യർ കർത്താവിനെതിരായിട്ടുള്ള മറുതലിക്കലിൽ ദൈവനിഷേധത്തിൻ്റെ പാതയിൽ കഠിനഹൃദയരായി ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ സ്ഥിതിവിശേഷം അവരെ മരണത്തിൻ്റെയും ശൂന്യതയുടെയും അത്യാഘാതത്തിലേക്ക് തള്ളി വീഴ്ത്തുന്നു. സർവത്ര വ്യാപിച്ചു കഴിഞ്ഞതും അപകടകരവുമായ ഈ കുഴപ്പത്തിൽ അടിച്ചെടുക്കപ്പെട്ട് ഓരോ ദിവസവും നശിച്ചു പോകുന്ന ആത്മാക്കൾ എത്ര! എൻ്റെ മാതൃദുഃഖത്തിൽ പങ്കുകൊള്ളുക. ആരെയും വിധിക്കാതിരിക്കുക, ആരിലും കുറ്റം ആരോപിക്കാതിരിക്കുക, പ്രാർത്ഥിക്കുക, സ്നേഹിക്കുക. എല്ലാവരെയും രക്ഷയ്ക്ക് വേണ്ടി എന്നോടുകൂടെ വലിയ സഹനത്തിൻ്റെ ഈ കുരിശ് ചുമക്കുക. സൂര്യനെ വസ്ത്രമായി അഴിഞ്ഞിരിക്കുന്നവള ഞാനാകുന്നു. ഞാൻ നിങ്ങളെ വീണ്ടും ഈ പ്രാർത്ഥനാ യോഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയാണ്. ഈ യോഗമാകട്ടെ പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പൂർണിമ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിനുള്ള അസാധാരണ കൃപാവരങ്ങൾ ഉൾക്കൊള്ളുന്നു. ഞാൻ സമാരംഭിച്ച ജോലി അവൻ നിങ്ങളിൽ പൂർത്തിയാക്കും. അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ വാർത്തെടുക്കും. അവൻ നിങ്ങളെ എല്ലാം മനസ്സിലാക്കിത്തരും. മാതാവെന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് രൂപം നൽകി. നിങ്ങൾ മഹത്തായ സാക്ഷ്യം നൽകുന്നതിന് അവൻ നിങ്ങൾക്ക് ശക്തിയും ധൈര്യവും പ്രദാനം ചെയ്യും.
മഹാപരീക്ഷണത്തിൻ്റെ സമയം സമാഗതമായി കഴിഞ്ഞു. ഈ പർവ്വതത്തിൽ നിന്ന് താഴെ ഇറങ്ങി യേശുവിൻ്റെ കരുണാർദ്രമായ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രകാശത്തെ എൻ്റെ വിമല ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹവും ദുഃഖവും വഴി ഭൂതലത്തിൽ സർവത്ര പ്രസരിപ്പിക്കുക. ആ ഹൃദയത്തിൽ നിങ്ങളെല്ലാവരെയും എന്നേക്കുമായി ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. ആഗസ്റ്റ് 13, 1982, 249. എൻ്റെ കാരുണ്യത്തിൻ്റെ ഉപകരണങ്ങൾ. സ്നേഹസുതരെ, എൻ്റെ കരുണയുള്ള കണ്ണുകളെ ഞാൻ നിങ്ങളിലേക്ക് തിരിക്കുന്നു. ഞാൻ കാരുണ്യത്തിൻ്റെയും സുന്ദര സ്നേഹത്തിൻ്റെയും പാവന പ്രതീക്ഷയുടെയും അമ്മയത്രേ. എൻ്റെ വിമല ഹൃദയം നിങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയാൽ പിടയുന്നു. എത്രയെത്ര അപകടങ്ങളാണ് നിങ്ങളെ അലട്ടുന്നത്! എൻ്റെ ശത്രു എത്രയെത്ര കെണികളാണ് നിങ്ങൾക്കെതിരെ വയ്ക്കുന്നത്! അവൻ്റെ ഭരണത്തിൻ്റെയും വിജയത്തിൻ്റെയും ഈ മണിക്കൂറിൽ നിത്യനാശത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ എണ്ണം എത്ര വലുത്! എത്ര ഗുരുതരമായ ചുറ്റുപാടിലാണ് നിങ്ങൾ ഇന്ന് ആയിരിക്കുന്നതെന്ന് പരിഗണിക്കുക. മനുഷ്യർ സ്നേഹത്തിൻ്റെ ദൈവത്തിനെതിരെ വിപ്ലവം നടത്തുകയും വിദ്വേഷത്തിൻ്റെയും പാപത്തിൻ്റെയും വഴികളിലൂടെ നടക്കുകയും ചെയ്യുന്നു. വിദ്വേഷവും പാപവും ഏതോ നന്മകളാണെന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അവർ പ്രചാരണം നടത്തുന്നു. ദുഷിച്ചതും അനാരോഗ്യകരവുമായ ഒരു അന്തരീക്ഷത്തിലത്രേ നിങ്ങൾ ജീവിക്കുന്നത്. ദൈവകൽപ്പനകൾ സ്നേഹത്തിൻ്റെ പാതയിലൂടെ നിങ്ങളെ നയിക്കുകയും പാപത്തെ അകറ്റുകയും കൃപാവരത്തിലും വിശുദ്ധിയിലും ചെയ്യുന്നതിന് നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഈ ദൈവകൽപ്പനകൾക്ക് വിശ്വസ്തരായി ജീവിക്കുവാൻ വളരെ വിഷമതകൾ സഹിച്ചുകൊണ്ട് മാത്രമേ സാധ്യമാകൂ. ഇങ്ങനെ ഓരോ ദിവസവും തങ്ങൾ വഞ്ചിക്കപ്പെടുവാൻ അനുവദിക്കുന്നവരും കടിഞ്ഞാണില്ലാത്ത സ്വാർത്ഥത, അസൂയ, അശുദ്ധി തുടങ്ങിയവയ്ക്ക് അടിമപ്പെട്ടവരുമായ എൻ്റെ പ്രിയ പാവപ്പെട്ട മക്കളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നു. ഇതിന് വളരെ എളുപ്പം ബലിയാടാകുന്നവരും എന്നാൽ അത്രയധികം കുറ്റക്കാരല്ലാത്തവരുമായവർ ചെറുപ്പക്കാരാണ്. ജലപ്രളയത്തിൻ്റെ കാലത്തേക്കാളേറെ വഷളായിത്തീർന്നിരിക്കുന്ന ഈ ലോക കാലഘട്ടത്തിൽ ജീവിക്കുന്നതിനുള്ള നിർഭാഗ്യസ്ഥിതി ജനങ്ങൾക്കാണ് വന്നുകൂടിയിരിക്കുന്നത്. ഇക്കാരണത്താലത്രേ ഞാൻ പ്രശാന്തതയും കാരുണ്യവതിയുമായ ഒരമ്മയാണെന്ന് വിശിഷ്യ എൻ്റെ കൊച്ചുകുട്ടികൾക്ക് അനുഭവപ്പെടുന്നത്. അവരുടെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷയുടെയും രക്ഷയുടെയും വാക്കുകൾ വിതറുന്നു. നന്മയ്ക്ക് വേണ്ടിയുള്ള വലിയ ദാഹത്തിനായി അവരുടെ ആത്മാക്കളെ ഞാൻ തുറക്കുന്നു. യഥാർത്ഥ സ്നേഹത്തിൻ്റെയും ആത്മത്യാഗത്തിൻ്റെയും ആനന്ദാനുഭൂതികൾക്ക് വേണ്ടി അവരുടെ ഹൃദയങ്ങളെ ഞാൻ തുറക്കുന്നു. അവരുടെ നിരവധി മുറിവുകളെ ഞാൻ സുഖപ്പെടുത്തുന്നു. അതേസമയം പ്രാർത്ഥന, സന്മാതൃക, പ്രായശ്ചിത്ത പ്രവൃത്തി എന്നിവയിലൂടെ സ്വയം സഹായിക്കുന്ന എല്ലാവരെയും ഞാൻ ധൈര്യപ്പെടുത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എന്നോടുകൂടി സഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നെങ്കിൽ ഓരോ ദിവസവും അനേക ആത്മാക്കളെ പറുദീസായിലേക്ക് നയിക്കുന്ന പാതയിലൂടെ നയിച്ചു കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും. ആകയാൽ എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായിരിക്കുന്ന എൻ്റെ പ്രിയ മക്കളെ, ഇന്നു നിങ്ങൾ എൻ്റെ മാതൃദയയുടെ ഉപകരണങ്ങളാകുവിൻ. എത്ര ആത്മാക്കളാണ് നരകത്തിൽ പോകുന്നത്! എന്തെന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ത്യാഗപ്രവൃത്തികൾ ചെയ്യാനോ ആരുമില്ല എന്ന് ജസീന്തയോടും ഫ്രാൻസിസ്കയോടും ലൂസിയായോടും അവൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ പ്രസ്താവിക്കുകയുണ്ടായി. ഇന്നും ഞാൻ പറയുന്നു, ആത്മാക്കൾക്ക് വേണ്ടി ഓരോ ദിവസവും എന്നോടുകൂടെ പ്രാർത്ഥിക്കുകയും സ്വാർത്ഥ നിഗ്രഹ പ്രവൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ എത്രയധികം ആത്മാക്കളെ നരകാഗ്നിയിൽ നിന്ന് രക്ഷിച്ച് പറുദീസയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും. സർവോപരി ഇതിലെത്രേ എൻ്റെയും നിങ്ങളുടെയും ആത്മരക്ഷയ്ക്കുള്ള കാരുണ്യ പ്രവൃത്തികൾ അന്തർഭവിച്ചിരിക്കുന്നതും എൻ്റെ ഹൃദയത്തിൻ്റെ വിജയം കൈവരുന്നതും. പ്രിയമുള്ളവരെ, ഈ സമയം വരെ വായിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണ നമ്മളെ ഓരോ ദിവസവും കൈപിടിച്ച് നടത്തി ഇതുവരെ നമ്മളെ കൊണ്ടുവന്നു, ഇനിയും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമുക്കെല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കുന്നു. അനേകർക്ക് വേണ്ടി പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്യുന്നതിനും അനേകർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിനും അമ്മ നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. ആ മാധ്യസ്ഥത്തിൻ്റെ വഴിയിലേക്ക് നമുക്ക് വരാം. അമ്മയോടൊന്ന് ചേർന്ന് നമുക്ക് ജപമാല ചൊല്ലാം. അമ്മയോടൊന്നിച്ച് നമുക്ക് പ്രായശ്ചിത്തം ചെയ്യാം. അമ്മയോടൊന്നിച്ച് നമുക്ക് സന്മാതൃക നൽകാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ.
യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം, ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ സ്തോത്രം, ആരാധന. ഹല്ലേലൂയ.